الله أكبر الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا من سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. ബഹുമാന്യ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ നാം ഈ ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഭാഗം മനസ്സിലാക്കാനാണ് ഇന്ന് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും വളരെ കുറച്ചാളുകൾ ആ സന്ദേശം സ്വീകരിക്കുകയും ചെയ്തു. നാട്ടിലെ നേതാക്കളും പ്രമുഖരും അവരെ അനുഗമിക്കുന്ന വലിയൊരു ജനവിഭാഗവും പ്രവാചകൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുകയും ചെയ്തു. അങ്ങനെ പ്രവാചകനും മക്കയിലെ ഭരണവിഭാഗവും തമ്മിൽ ആദർശപരമായ ശത്രുതയിലും ഭിന്നതയിലും ഛിദ്രതയിലും മുന്നോട്ടു പോയി. ശത്രുക്കൾ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു. പ്രവാചകനെ ഈ സന്ദേശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഈ സന്ദേശം സ്വീകരിക്കുന്ന ആളുകളെ തടയുവാനുള്ള മാർഗങ്ങൾ, അത് പ്രലോഭനത്തിൻ്റെ പാത സ്വീകരിച്ചിട്ടുണ്ട്, പ്രകോപനത്തിൻ്റെ മാർഗവും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ദിനേന ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്ത ഘട്ടമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രവാചകനെയും കുടുംബത്തെയും തീർത്തും ബഹിഷ്കരിക്കണമെന്ന തീരുമാനത്തിൽ മക്കയിലെ നേതാക്കന്മാർ ഏകോപിച്ചത്. അത്തരമൊരു തീരുമാനം അബൂജഹലിൻ്റെയും അതുപോലുള്ള നേതാക്കന്മാരുടെയും തീരുമാനം സമൂഹം അംഗീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല, പ്രവാചകനെ സഹായിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തതിൻ്റെ പേരിൽ
അബൂ താലിബിനെയും കുടുംബത്തെയും ആ ബഹിഷ്കരണത്തിൽ അവർ ഉൾപ്പെടുത്തി. മക്കയിൽ നിന്ന് പ്രവാചകനും അബൂ താലിബിനും കുടുംബങ്ങൾക്കും മാറി താമസിക്കേണ്ടി വന്നു. അങ്ങനെയാണ് മക്കയിലെ മരഞ്ചെരുവിലേക്ക് മാറി താമസിക്കുന്നത്. ചരിത്രത്തിൽ ഷഅബ് അബീ താലിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഭാഗത്തേക്ക് മാറി താമസിച്ചു. 3 വർഷം അത് പിന്നിട്ടു. അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ആ 3 വർഷക്കാലമുണ്ടായിരുന്നത്. പണം കൊടുത്താൽ പോലും രാജ്യത്തുള്ള കച്ചവടക്കാരിൽ നിന്നോ മറ്റാളുകളിൽ നിന്നോ ഭക്ഷ്യപദാർത്ഥങ്ങൾ പോലും വാങ്ങാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഹജ്ജിന് വരുന്ന വിദേശികളിൽ നിന്ന് വല്ലതും വാങ്ങാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ കാർഷിക സാധ്യതയില്ലാത്ത മക്ക രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കുണ്ടാകുന്ന പ്രയാസം നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടതിൻ്റെ പേരിൽ പച്ചിലകൾ ഭക്ഷിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒരു യാഥാർത്ഥ്യമാണത്. 3 വർഷം പിന്നിട്ട ശേഷമാണ് ഈ ബഹിഷ്കരണം പിൻവലിച്ചത്. അങ്ങനെ വീടുകളിലേക്ക് അവർ തിരിച്ചു വന്നു. അപ്പോഴേക്കും പ്രായം കൊണ്ടും രോഗം ബാധിച്ചും തീർത്തും അവശമായ അവസ്ഥയിലേക്ക് പ്രവാചകൻ്റെ പിതൃവ്യനായ അബൂ താലിബ് എത്തിയിട്ടുണ്ട്. തൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും ആ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മക്കയിൽ തിരിച്ചെത്തി ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും അബൂ താലിബ് മരണപ്പെടുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ശത്രുക്കളുടെ മർദ്ദനത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ശകാരങ്ങളുടെയും മൂർച്ച വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇനി ആരെയും ഭയപ്പെടാനില്ല എന്ന ഒരു പശ്ചാത്തലം മക്കയിലുണ്ടായിക്കഴിഞ്ഞു. ഇത്തരം സാഹചര്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോകുന്നത്. ത്വായിഫിൻ്റെ നേതൃത്വം വഹിക്കുന്ന സഖീഫ് ഗോത്രക്കാർ തൻ്റെ കുടുംബമാണ്, ബന്ധുക്കളാണ്. അവർ തന്നെ സ്വീകരിക്കും, മക്കക്കാരെപ്പോലെ ക്രൂരന്മാരാവില്ല എന്ന വലിയൊരു പ്രതീക്ഷയോടുകൂടെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോകുന്നത്. പക്ഷേ അബ്ദിയാലിയിൽ പ്രവാചകനെ സ്വീകരിക്കുന്നതിന് പകരം മക്കക്കാരേക്കാളും മോശമായ രീതിയിൽ സമീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അഭയം തേടിച്ചെന്ന പ്രവാചകനോട് പറഞ്ഞത്, നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടി ഞാൻ ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ്. അവിടെ നിന്ന് പ്രവാചകനെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നു. ത്വായിഫിൻ്റെ അതിർത്തി കടക്കുവോളം അവർ പ്രവാചകനെ ആക്രമിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. ത്വായിഫിൻ്റെയും മക്കയുടെയും ഇടയിലാണിപ്പോഴുള്ളത്. മക്കയിൽ നിന്ന് പുറത്തുപോയ പ്രവാചകന് മക്കയിലേക്ക് ഇനി പ്രവേശിക്കാൻ പ്രയാസമാണ്. മക്കയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അന്നത്തെ നാട്ടുനിയമമനുസരിച്ച് മക്കയിലെ പ്രമുഖനായ ഒരു നേതാവിൻ്റെ സംരക്ഷണ വാഗ്ദത്തം ലഭിച്ചെങ്കിൽ മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം ഒരു സാഹചര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്നത്. ത്വായിഫുകാർ ചെയ്ത ക്രൂരതയേക്കാൾ ഏറെ പ്രവാചകനെ വിഷമിപ്പിച്ചത് മക്കയിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശനാനുമതി ചോദിച്ചുകൊണ്ട് പലരെയും മക്കയിലേക്ക് പല നേതാക്കന്മാരുടെ അടുക്കലേക്കും പറഞ്ഞുവിട്ടു. ആരും തന്നെ പ്രവാചകൻ്റെ സംരക്ഷണ വാഗ്ദത്തം നിർവഹിക്കാൻ തയ്യാറായില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്തരം ഒരു അനുകൂലം നൽകിയത് മുത്അം ഇബ്നു അദി എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കായ നേതാവാണ്. അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തിൻ്റെ സംരക്ഷണ പ്രഖ്യാപനം കിട്ടിയ ശേഷം മക്കയിലേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് അള്ളാഹുവിൻ്റെ റസൂല് ഓർക്കുന്ന കാര്യമാണ് മുത്അം ഇബ്നു അദി ചെയ്തിട്ടുള്ള മഹത്തായ സേവനം. അനുസ്മരിക്കുന്നുണ്ട് പ്രവാചകൻ പിൽക്കാലത്തെ കാര്യം. മക്കയിലേക്ക് പ്രവേശിച്ച് തൻ്റെ വീട്ടിലേക്കെത്തിയെങ്കിലും 2 ആഴ്ചക്കുള്ളിൽ ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള വർഷമായിട്ടാണ് ചരിത്രം അത് രേഖപ്പെടുത്തുന്നത്. ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്നാണ് ആ വർഷത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം വീട്ടിലെ തനിക്കുണ്ടായിരുന്ന താങ്ങും തണലും ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. സമൂഹത്തിൽ എന്തെല്ലാം എതിർപ്പുകളുണ്ടെങ്കിൽ തന്നെയും
അബൂ താലിബിൻ്റെ പിന്തുണ പ്രവാചകൻ്റെ തണൽ തന്നെയായിരുന്നു. തനിക്ക് വേണ്ടി സംരക്ഷണം നൽകുന്ന, സഹായ വാഗ്ദത്തം ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഒരേ സമയത്ത് നഷ്ടപ്പെട്ടു. താൻ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ത്വായിഫുകാർ മക്കക്കാരേക്കാളും മോശമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ വിഷമാവസ്ഥയിൽ പ്രയാസകരമായ ദുർഘടമായ ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനുള്ളത്. ഈ വിഷമാവസ്ഥയുടെ ഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകന് കരുത്തു പകരുന്ന, ശക്തി നൽകുന്ന, എക്കാലത്തെയും വിശ്വാസികൾക്ക് ഓർമ്മിക്കുവാൻ അള്ളാഹു ശാശ്വതമാക്കിയിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള സംഭവത്തിന് സാക്ഷിയായിത്തീരുന്നത്. വിശുദ്ധ ഖുർആൻ ആ സംഭവത്തെക്കുറിച്ച് അത്ഭുതകരമായൊരു സംഭവം എന്ന പശ്ചാത്തലത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയുടെ സമയം പ്രവാചകനെ പ്രയാണം ചെയ്യിപ്പിച്ച അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു യാത്ര അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ സംഭവം, പ്രവാചകൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട സംഭവം. പക്ഷേ മുസ്ലിം ലോകത്ത് അത് പഠിക്കണമെന്നും അറിയണമെന്നും ശാശ്വതീകരിച്ചുകൊണ്ടാണ് ഖുർആനിൽ ആ കാര്യം പരാമർശിച്ചിട്ടുള്ളത്. ലോകത്തൊരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ജീവിതത്തിൽ ചില അത്ഭുതകരമായ മുഅ്ജിസാത്തുകൾ അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ചില അത്ഭുതകരമായ കാര്യങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. പ്രവാചകനിലൂടെ പ്രവാചകൻ്റെ പ്രബോധനത്തിന് ആവശ്യമുള്ള ഘട്ടങ്ങളിലും മുസ്ലിങ്ങൾക്ക് സഹായം വേണ്ടിവരുന്ന ചില ഘട്ടങ്ങളിലും അള്ളാഹു അത്ഭുതകരമായ രീതിയിൽ പ്രവാചകനിലൂടെ പല സംഭവങ്ങളും വെളിപ്പെടുത്തുകയും അത് അനുഗ്രഹീതമായി തീരുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള മുഅ്ജിസത്ത്, പ്രവാചകന് നൽകിയിട്ടുള്ള ആയത്ത്, ദൃഷ്ടാന്തം, അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ എവിടെയും മുഅ്ജിസത്ത് എന്ന പദമുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ ദൃഷ്ടാന്തങ്ങൾ എന്ന്, ആയത്തുകൾ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരാണ് മുഅ്ജിസത്ത് എന്നുള്ള പദം നൽകിക്കൊണ്ട് അതിന് പുതിയ സാങ്കേതിക രൂപം നൽകിയിട്ടുള്ളത്. സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ചരിത്രത്തിലൂടെയും പ്രവാചകൻ്റെ ജീവിതാനുഭവത്തിലൂടെയും ഖുർആനിലൂടെ തന്നെയും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രാധാന്യമുള്ളൊരു സംഭവം എന്ന നിലക്കാണ് അള്ളാഹു ഈ യാത്രയെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സുബ്ഹാൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ആ സംഭവം അള്ളാഹു തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒരത്ഭുതകരമായ, ആശ്ചര്യകരമായ ഒരു സംഭവത്തിന് സാക്ഷിയാകുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ള പ്രയോഗം സാധാരണ പ്രയോഗിക്കാറുള്ളത്. അറബി ഭാഷയുടെ ശൈലി അനുസരിച്ച് അങ്ങനെയാണ്. ആ ശൈലി തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ അള്ളാഹു രാപ്രയാണം ചെയ്യിച്ചിരിക്കുന്നു എന്നാണ്. അത്ഭുതകരമായ കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ നിന്ന് വെളിപ്പെടുമ്പോഴാണ് പലപ്പോഴും സമൂഹത്തിൽ വിശ്വാസ വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ദൈവികമായ പദവി നൽകുവാൻ ക്രൈസ്തവ സമൂഹത്തിന് പ്രചോദനം നൽകുന്നൊരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രകടമായി എന്നാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്നു, വെള്ളപ്പാണ്ട്, കുഷ്ഠം പോലെയുള്ള രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. എല്ലാം പടച്ചവൻ്റെ പ്രത്യേക ഇതിനനുസരിച്ചുകൊണ്ടാണ്, കൽപ്പന അനുസരിച്ചുകൊണ്ടാണ്, നിർദ്ദേശമനുസരിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുവെങ്കിലും ഈ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനായിക്കൂടാ, മനുഷ്യനെന്നുള്ള പദവിയേക്കാളും ഉയരേണ്ടതുണ്ട്. അങ്ങനെ ഉയർത്തിയപ്പോൾ അദ്ദേഹത്തെ ദൈവികമായ പീഠത്തിലിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യം അതാണ്. അത്ഭുതങ്ങൾ ഒരു മനുഷ്യനിൽ നിന്ന് പ്രകടമാകുമ്പോൾ ആ അത്ഭുതം ചെയ്യുന്ന മനുഷ്യനെ ദൈവികമായ പദവിയിലേക്ക് ഉയർത്തുകയും ദിവ്യപുരുഷന്മാരെന്നോ അല്ലെങ്കിൽ അത്തരം മാതാക്കളെന്നോ ഉമ്മമാരെന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, നേർച്ചകളും വഴിപാടുകളും നൽകപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ആ ആളുകളോടുള്ള സമീപനം മാറുകയാണ് ചെയ്യുന്നത്. ആദരിക്കേണ്ടവരെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ ആദരവുകൾ ഒരിക്കലും ആരാധനയായിക്കൂടാ. അത്തരം ഒരു ആരാധനയുടെ സമീപനം വിശ്വാസികളായ നമ്മളിൽ നിന്ന്
പ്രവാചകൻ്റെ ഈ അത്ഭുത സംഭവത്തിൻ്റെ പേരിൽ ഉണ്ടാവരുത് എന്ന സൂചനയാണ് ബി അബ്ദിഹി, തൻ്റെ അടിമയെ പ്രയാണം ചെയ്യിപ്പിച്ചു എന്ന് പ്രത്യേകം പരാമർശിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിനെ എന്നോ അള്ളാഹുവിൻ്റെ നബിയെ എന്നോ പ്രയോഗിക്കാതെ ബി അബ്ദിഹി, തൻ്റെ അടിമയിലൂടെ അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ള അത്ഭുതമാണ്. അതുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിൻ്റെ അടിമ തന്നെയാണ്. ഏറ്റവും ഉദാത്തമായ മാതൃകായോഗ്യനായ, ലോകത്തെല്ലാ മനുഷ്യനും നന്നാവാൻ ആഗ്രഹിക്കുമ്പോൾ അവനേറ്റവും നല്ലൊരു മനുഷ്യൻ്റെ മാതൃക ലഭിക്കുന്ന അടിമ, ആ അടിമയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ അത്ഭുത സംഭവം പരാമർശിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ആ യാത്ര അള്ളാഹു ഒരുക്കിയത് മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിലെ പള്ളിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനം നിർദ്ദേശിക്കപ്പെട്ട 3 പള്ളികളാണ് നമുക്കുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ലാ തുഷദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ തീർത്ഥയാത്ര നിങ്ങൾക്കില്ല. 3 പള്ളികളിലേക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഒന്ന് എൻ്റെ ഈ പള്ളി, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പള്ളി. മറ്റൊന്ന് മസ്ജിദുൽ ഹറാം, മക്കയിലെ പള്ളിയാണ്. മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദസിലെ പള്ളിയുമാണ്. ആ ഓരോ പള്ളികൾക്കുമുള്ള പ്രതിഫലത്തിലെ വ്യത്യാസവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. തൻ്റെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പള്ളിയിൽ നമസ്കരിക്കുന്നവന് ലഭിക്കുന്നത് 1000 എന്ന് പ്രതിഫലം പറഞ്ഞു. എന്നാൽ അതിനേക്കാൾ ഏറെ പ്രതിഫലം ലഭിക്കുന്നത് മക്കയിലെ മസ്ജിദുൽ ഹറാമിനാണ്. 1,00,000 അവിടെ ലഭിക്കുന്ന പ്രതിഫലം. ബൈത്തുൽ മഖ്ദസിനെ സംബന്ധിച്ച് സ്വഹീഹായ റിപ്പോർട്ടുകളിൽ വന്നതനുസരിച്ച് 250 അവിടെ ലഭിക്കുന്ന പ്രതിഫലമുള്ളത്. ചില ദുർബലമായ റിപ്പോർട്ടുകളിൽ 500 എന്ന് വന്നിട്ടുണ്ടെങ്കിലും സ്വീകാര്യമായ റിപ്പോർട്ടനുസരിച്ച് അതിൻ്റെ പകുതിയാണ്, അഥവാ പ്രവാചകൻ്റെ പള്ളിയുടെ 1/4. അതാണ് പ്രവാചകൻ പ്രയോഗിച്ചിട്ടുള്ള വാക്ക്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ 3 പള്ളികളാണ് മുസ്ലിങ്ങൾക്ക് തീർത്ഥാടനത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പള്ളി. അത്തരം ഒരു യാത്ര തന്നെയാണ് അള്ളാഹു ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളും യാത്രയോടനുബന്ധമായ ഒരുക്കങ്ങളുമെല്ലാം വിശദമായും ഹദീസിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കുവാൻ നമ്മുടെ ഈ സമയം മതിയാകുമെന്ന് തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയെന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകൻ്റെ ഹൃദയം പിളരുകയും സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകമായ ശുദ്ധീകരണം നിർവഹിച്ച ശേഷമാണ് ആ യാത്ര നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുതിര പോലെയുള്ള ഒരു മൃഗത്തെ ബുറാഖ് എന്ന പേരിൽ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മൃഗത്തെ കൊണ്ടുവരികയും ആ വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയറ്റുകയും ചെയ്തു. കണ്ണെത്തുന്ന അകലങ്ങളിലേക്ക് എത്തുന്ന വേഗതയാണ് അതിനുണ്ടായിരുന്നത് എന്ന് ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രകാശവേഗതയേക്കാളോ അതിനേക്കാളോ അധികം വേഗതയുള്ള ഒരു പ്രത്യേക വാഹനമായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയുടെ എത്തിയപ്പോൾ പ്രവാചകന്മാർ അവരുടെ വാഹനങ്ങൾ ബന്ധിച്ചിരുന്ന അതേ സ്ഥലത്ത് തൻ്റെ വാഹനത്തെ ബന്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മസ്ജിദുൽ അഖ്സ പള്ളിയിൽ കയറുകയും 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആതിഥ്യമെന്ന നിലക്ക് പാലും കള്ളും 2 പാത്രം പ്രവാചകന് മുമ്പിൽ പ്രദർശിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽപാത്രം തിരഞ്ഞെടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്തർതൽ ഫിത്ര, ശുദ്ധമായ പ്രകൃതി, സ്വച്ഛമായ പ്രകൃതി, അതാണ് താങ്കൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹു അംഗീകരിച്ചിട്ടുള്ള ശുദ്ധ പ്രകൃതിയുടെ മതമാണ് ഇസ്ലാം. ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, അള്ളാഹു നിശ്ചയിച്ച മനുഷ്യ പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയെ ഉൾക്കൊള്ളുകയും ആ പ്രകൃതി നിലനിർത്തുവാനും ആ പരിശുദ്ധി കാത്തു സംരക്ഷിക്കുവാനും മതിയായ മതവും നിയമങ്ങളുമാണ് ഇസ്ലാമിലുള്ളത്. ആ മാർഗമാണ് താങ്കൾ തിരഞ്ഞെടുത്തത് എന്ന് ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി. മദ്യം ഇസ്ലാമിൽ നിഷിദ്ധമാകുന്നതൊക്കെ മദീന ഘട്ടത്തിൽ പിൽക്കാലങ്ങളിലാണ്. ആദ്യഘട്ടത്തിൽ ഇസ്ലാം മദ്യം ഹറാമാണെന്നോ ഹലാലാണെന്നുള്ള നിയമമൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത മാർഗം അതായത് അത് സന്തോഷകരമായിരുന്നു എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വാക്കിലുള്ളത്. അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും യാത്ര
ആകാശലോകങ്ങളിലേക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുകയാണ്. അതാണ് മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്ക് അങ്ങനെയാണ്, സുമ്മ ഉരിജ ബി, എനിക്ക് മിഅ്റാജ് ഉണ്ടായി, എന്നെ വഹിക്കപ്പെട്ടു കൊണ്ടുപോയി എന്നുള്ള പ്രയോഗമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര ആകാശലോകങ്ങളിലേക്ക് തുടർന്നു. ആ ആകാശലോകത്തേക്കുള്ള യാത്രക്കിടയിൽ ഓരോ ആകാശത്തിൻ്റെ കവാടത്തിലും എത്തുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയുന്നുണ്ട്, കവാടം തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. മലക്ക് ചോദിക്കുന്നുണ്ട്, ആരാണ്? ജിബ്രീലാണ് എന്നും എന്നോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉള്ളത് എന്ന് പറയുകയും അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ആകാശത്തിലേക്ക് പ്രവേശനാനുമതി നൽകുകയും ചെയ്യുന്നുണ്ട്. ആ ഓരോ ആകാശങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ പൂർവ്വ പ്രവാചകന്മാരിൽ ചിലരെ കാണാനുള്ള അവസരം അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ആകാശത്തിൻ്റെ കവാടം കടന്നപ്പോൾ അവിടെ കാണുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അദ്ദേഹത്തെ കണ്ട രംഗം പ്രത്യേകമായി പ്രവാചകൻ പറയുന്നു. വലതുവശത്ത് കുറേ ആളുകളുണ്ട്, ഇടതുഭാഗത്തും കുറേ ആളുകളുണ്ട്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം സന്തോഷിക്കുന്നു, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ദുഃഖിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ സന്തതികളിലെ സത്യവിശ്വാസികൾ വലതുഭാഗത്തും തൻ്റെ സന്തതികളെ നരകത്തിലേക്ക് പോകാനുള്ളവരും ദുർമാർഗികളുമായ ആളുകൾ ഇടതുഭാഗത്തും കാണുന്ന രംഗമായിരുന്നു അതെന്ന് പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആകാശത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ യഹ്യാ നബി അലൈഹിസ്സലാമുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമുണ്ട്. അവരും പ്രവാചകനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുന്നു. നാലാമത്തേലെത്തിയപ്പോൾ ഇദ്രീസ് അലൈഹിസ്സലാമിനെ കാണുന്നുണ്ട്. അഞ്ചാമത്തതിൽ ഹാറൂൻ നബി അലൈഹിസ്സലാമുണ്ട്. ആറാമത്തേൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും കാണുന്നു. ഏഴാമത്തെ ആകാശത്തിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിച്ച് അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അവിടെ ബൈത്തുൽ മഅമൂറുണ്ട്. മലക്കുകളുടെ ഖിബില എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂറിലേക്ക് ചാരിയിരിക്കുന്ന രൂപത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുള്ളത്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ആദം നബി അലൈഹിസ്സലാമും രണ്ടുപേരും പ്രവാചകനെ സ്വാഗതം ചെയ്തിട്ടുള്ളത് മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ്, സ്വാലിഹായ സന്താനമേ മകനെ നിനക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം ബിൽ അഖി സ്വാലിഹ്, സ്വാലിഹായ സഹോദര എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. പദപ്രയോഗത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ അവരുടെ ആ സംസാരത്തിൽ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം സിദ്റത്തുൽ മുന്തഹ എന്ന വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് പോയി. ആ പദപ്രയോഗം സൂചിപ്പിക്കുന്ന പോലെ, അതിൻ്റെ നാമം സൂചിപ്പിക്കുന്ന പോലെ അവിടെയാണ് മനുഷ്യരുടെയും മലക്കുകളുടെയും പ്രവേശനം അവസാനിക്കുന്ന കേന്ദ്രം. അതുകൊണ്ടാണ് മുന്തഹ, ചെന്ന് അവസാനിക്കുന്ന കേന്ദ്രമെന്ന പേരിൽ ആ വൃക്ഷത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. ആ വൃക്ഷത്തെ സംബന്ധിച്ച് പ്രവാചകൻ്റെ വാക്കുകൾ പറയുന്നത് അത് വിവരണാതീതമാണ്. അതിന് മാത്രം സൗന്ദര്യമാണുള്ളത്. അതിൻ്റെ ഇലകളുടെ വലിപ്പം പ്രവാചകൻ പറയുന്നുണ്ട്. അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഖുർആൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇത് യക്ഷ സിദ്റത്തമാ യക്ഷ, അതിനെ ആവരണം ചെയ്തതെല്ലാം ആവരണം ചെയ്തിരിക്കുന്നു. അത്രമാത്രം ഭംഗിയുള്ള സൗന്ദര്യമുള്ള വലിപ്പമുള്ള ഒരു വൃക്ഷമായിരുന്നു അതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുന്തഹ, ആ സിദ്റത്തുൽ മുന്തഹയുടെ അടുക്കൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കാണുകയാണ്. യഥാർത്ഥ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സ്വതസിദ്ധമായ സ്വച്ഛമായ പ്രകൃതി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു രൂപമുണ്ട്. ആ രൂപത്തിൽ ഇതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ആ കാഴ്ചയെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത് 600 ചിറകുള്ള ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആകാശം നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടിയാണ്. അങ്ങനെ വലിയ വലിപ്പമുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ വീണ്ടും പ്രവാചകൻ കാണുന്നത് ഈ സിദ്റത്തുൽ മുന്തഹയുടെ അടുക്കൽ വെച്ചുകൊണ്ടാണ്. പിന്നീട് അങ്ങോട്ട് പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള സംസാരങ്ങളെ സംബന്ധിച്ചാണ് ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കാണുന്നുണ്ട്. പ്രവാചകന് സ്വർഗത്തിൽ ലഭിക്കാനുള്ള സൗധം അവർ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഞാനതിലേക്കൊന്ന് പ്രവേശിക്കട്ടെ എന്ന്. ഇല്ല, ഇപ്പോൾ താങ്കൾക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല, തീർച്ചയായും താങ്കൾ അതിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്തിട്ടുള്ളത്. അവിടെ വെച്ചുകൊണ്ടാണ് പിന്നീട് അള്ളാഹുമായി സംഭാഷണം നടക്കുന്നത്. ആ സംഭാഷണത്തിൽ മുസ്ലിം ലോകത്തിന് വേണ്ട, സമൂഹത്തിന് വേണ്ട ചില മഹത്തായ സന്ദേശങ്ങൾ നൽകുകയും അത് സ്വീകരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
ഉമ്മത്തിന് വേണ്ടി അന്ന് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനങ്ങളിൽ ഒന്നാണ് 5 നേരത്തെ നമസ്കാരം എന്നുള്ളത്. അത്യുന്നതമായ, അനുഗ്രഹീതമായ, അത്ഭുതകരമായ ഒരു യാത്ര ഒരുക്കിയിട്ട് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രവാചകന് സമൂഹത്തിന് നൽകുവാനുള്ള ഏറ്റവും വലിയ പാരിതോഷികമായി നൽകിയിട്ടുള്ളത് ഈ 5 നേരത്തെ നമസ്കാരമാണ്. ആ നമസ്കാരത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഈ ചരിത്രം നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ പല നിയമങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ആ കൽപ്പനകൾ നമസ്കാരത്തെക്കുറിച്ച് ധാരാളമുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു മഹത്തായ യാത്രയിലാണ് അള്ളാഹു സമൂഹത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് നൽകിയിട്ടുള്ള 2 വചനങ്ങളാണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങുന്ന വചനം അന്നേ ദിനത്തിലൂടെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി നൽകിയിട്ടുള്ള വചനമാണ്. അതിൻ്റെ കൂടെ മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ള 3ാമത്തെ വലിയ അനുഗ്രഹമുള്ളത് നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് 10 മടങ്ങായി പ്രതിഫലം നൽകുക, തിന്മകൾക്ക് തത്തുല്യമായി മാത്രം ശിക്ഷ ലഭിക്കുകയോ കുറ്റമായി രേഖപ്പെടുത്തുകയോ ചെയ്യുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുള്ള വലിയൊരു സന്ദേശത്തിൽ ഒന്നതായിരുന്നു, ഒരു മനുഷ്യൻ തിന്മ ചെയ്യാൻ മനസ്സിൽ വിചാരിച്ചു, അയാൾ ചെയ്തില്ല എങ്കിലത് രേഖപ്പെടുത്തുന്നില്ല, പാപമായി രേഖപ്പെടുത്തുന്നില്ല. അയാൾ ആ കുറ്റം പ്രവർത്തിച്ചാൽ അത് ഒരു തിന്മയായി രേഖപ്പെടുത്തുകയാണ്. മറിച്ച് മറുഭാഗത്തൊരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, അയാൾ ചെയ്തില്ലെങ്കിലും അത് നന്മയായി രേഖപ്പെടുത്തുകയാണ്. ആ നന്മ ചെയ്താൽ അതിന് 10 നന്മയായി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ അനുഗ്രഹീതമായ രീതിയിൽ അള്ളാഹു അന്ന് നൽകിയിട്ടുള്ള വലിയ ഔദാര്യമാണ് ഈ പ്രതിഫലം എന്നുള്ളത്. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി വിവിധങ്ങളായ സമ്മാനങ്ങളുമായിട്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നിട്ടുള്ളത്. തിരിച്ചു വരുന്നത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. മസ്ജിദുൽ അഖ്സയിൽ വന്നപ്പോൾ പൂർവീകരായ പ്രവാചകന്മാരെ അള്ളാഹുവോടെ സമ്മേളിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഇമാമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണവും ഇസ്ലാം മതത്തിൻ്റെ സന്ദേശത്തിൻ്റെ പൂർത്തീകരണവും പ്രവാചകൻ്റെ മഹത്വവും ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആ ഒരു ജമാഅത്ത് നമസ്കാരമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിലെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ മക്കയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ ജീവിതത്തിലുണ്ടായ അനുഭവം ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയോടാണ് ആദ്യമായി ചെന്ന് പരാമർശിക്കുന്നത്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ അബൂ താലിബിൻ്റെ മകളാണ്. ആ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആരോടും ഇത് പറയരുത്, ആരും ഇത് പെട്ടെന്ന് വിശ്വസിക്കില്ല, അതുകൊണ്ട് നീ ആരോടും പറയരുത്. പ്രവാചകൻ അത് പറയാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ തട്ടം പിടിച്ചു വെക്കുകയും പ്രവാചകൻ അത് വലിച്ചൂരിയെടുത്തുകൊണ്ട് നേരെ ഹറമിലേക്ക് വന്നു. പതിവനുസരിച്ച് മക്കയിലെ നേതാക്കന്മാർ സഭയിൽ ഒരുമിച്ചിട്ടുണ്ട്. പ്രവാചകനെ കാണുമ്പോൾ പരിഹാസത്തോടെ അബൂജഹൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മുഹമ്മദേ പുതിയത് വല്ലതുമുണ്ടോ എന്ന്. പതിവ് പോലെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുതിയതുണ്ട്. എന്താണെന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഈ മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൽ അഖ്സയുടെയും ഇടയിലായിരുന്നു. എന്നിട്ട് പ്രഭാതമാകുമ്പോഴേക്ക് നീ ഇവിടേക്ക് തിരിച്ചെത്തിയോ? അതേ, യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി എന്ന് പറഞ്ഞു. ഉടനെ അംർ ബിൻ ഹിശാം ചോദിച്ചു, ഈ പറഞ്ഞ കാര്യം നിൻ്റെ ആളുകളോട് നീ പറയുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയും. അപ്പോഴേക്കും അബൂബക്കർ റളിയല്ലാഹു അടുക്കലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടു. കാരണം ഇതൊരവസരമാണെന്ന് അവർ മനസ്സിലാക്കി. മുസ്ലിങ്ങൾ അവർ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഏറ്റവും ലഭ്യമായ സുവർണ അവസരമാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. എന്നാൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സംഭവം യാഥാർത്ഥ്യബോധത്തോടുകൂടെ പ്രവാചകൻ മനസ്സിലാക്കിയ കാര്യം പറയാതിരിക്കാൻ പ്രവാചകൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. സധൈര്യം അക്കാര്യം പറയുകയാണ്. അംർ ബിൻ ഹിശാമിൻ്റെ ദൂതൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്കെത്തി. അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിൻ്റെ ആള് ഇപ്പോൾ പുതിയൊരു വാർത്തയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇന്നലെ മസ്ജിദുൽ അഖ്സയിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നു. 1 മാസക്കാലം നമ്മൾ യാത്ര ചെയ്യുന്ന പ്രദേശത്ത് പോയി 1 രാത്രി കൊണ്ട് തിരിച്ചെത്തി എന്ന് പറയുന്നു. ഇനി നിനക്കെന്ത് പറയാനുണ്ട് എന്നാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചത്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, വല ഇൻ ഖാല, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു.
കാരണം അതിനേക്കാൾ ഉപരിയുള്ള കാര്യം വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഖബറുസ്സമാ, ആകാശത്തിൽ നിന്നുള്ള വഹ്യ്, അള്ളാഹുവിൻ്റെ ദൈവീകമായ സന്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നു, അത് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതിനേക്കാളും വലുതല്ല പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു ആ സമയത്ത് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്ധിച്ചു. പ്രവാചകനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, താങ്കൾക്ക് അല്ലാഹു ഒരു പുതിയ നാമം നൽകിയിരിക്കുന്നു, അതാണ് സുദ്ദീഖ്, സത്യപ്പെടുത്തുന്ന ആൾ എന്നുള്ള കാര്യം. അന്നു മുതലാണ് അബൂബക്കർ എന്നതിൻ്റെ പുറമെ സുദ്ദീഖ് എന്നുള്ളൊരു അപരനാമം അദ്ദേഹത്തിന് ലഭിക്കുകയും പ്രചരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ പരാജയപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. സ്വാഭാവികമായും ഒരു യാത്രക്കിടയിൽ അവിടെ കയറി നമസ്കരിച്ച് അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടത്തിൻ്റെയോ പള്ളിയുടെയോ കവാടങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ മിരാരങ്ങളെ സംബന്ധിച്ചോ മറ്റോ ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. എന്തിനേറെ വർഷങ്ങളായി നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിൻ്റെ എത്ര ജനലുണ്ട്, എത്ര വാതിലുണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് പോലും പറയാൻ കഴിയണമെന്നില്ല. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ചോദിക്കാൻ കഴിയും, കാരണം അവരിൽ പലരും 6 മാസക്കാലം ആ പരിസരത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കച്ചവട സംഘമായി പോവുകയും 6 മാസക്കാലം അവിടെ താമസിച്ച് കച്ചവടം ചെയ്ത് തിരിച്ചു വരികയും ചെയ്ത ആളുകളായതുകൊണ്ട്, വർഷങ്ങളുടെ പരിചയമുള്ളതുകൊണ്ട് മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുകയാണ്. ഇത്തരം ചോദ്യങ്ങൾ അവരിൽ നിന്ന് വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനിലേക്ക് അഭയം തേടി. മറ്റൊരു മാർഗവും പ്രവാചകൻ്റെ മുമ്പിലില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലക്ക് മുമ്പിൽ ആ മസ്ജിദുൽ അഖ്സയുടെ രൂപം അല്ലാഹു കാണിച്ചു കൊടുത്തു. അതിലേക്ക് നോക്കുകയും അവർ ചോദിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ കൃത്യമായി പറയുകയും ചെയ്തു. ചോദ്യത്തിൻ്റെ ഉത്തരമെല്ലാം കൃത്യമാണ്, ഇനിയൊന്നും തിരിച്ചു പറയാനില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഉത്തരം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മക്കയിലെ ഈ ചോദ്യകർത്താക്കളായ ആളുകൾ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാ ചോദ്യങ്ങളും കൃത്യമായ ഉത്തരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് മാർഗമെന്നാണ് അബൂജഹലും അംർ ബിൻ ഹിഷാമും ഒക്കെ ആലോചിച്ചത്. എന്തുണ്ട് വഴി? എന്തു പറയും ആളുകളോട്, ജനങ്ങളോട്, പ്രജകളോട് എന്താണ് പറയുക? അടുത്തൊരു ചോദ്യം ഉന്നയിച്ചു. ഞങ്ങളുടെ കച്ചവട സംഘം അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ടല്ലോ, അവരെവിടെ എത്തിയിട്ടുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സംഘം റൗഹായിലെത്തിയിട്ടുണ്ട്, അവിടെയാണുള്ളത്. മറ്റൊരു സംഘം മക്കയുടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ സംഘത്തിൻ്റെ മുന്നിലുള്ള സംഘം ഇന്ന രൂപത്തിലുള്ള ഒട്ടകമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അവരാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിനം തന്നീമിലേക്ക് അവർ വന്ന് കയറും. തന്നീമിലേക്കുള്ള റൂട്ടിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അല്പം ആശ്വാസമായി സമൂഹ നേതാക്കന്മാർക്ക്. ആ സമയമാകുന്നവരെ കാത്തിരുന്നിട്ട് അപ്പോഴേക്കും തീരുമാനങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാനുള്ള പുതിയ ഐഡിയകൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമല്ലോ, നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു. നിശ്ചയിച്ച ദിനം പറഞ്ഞ പോലെ തന്നെ അവർ കാത്തിരുന്നു. തന്നീമിൻ്റെ ഭാഗത്തുകൂടെ മലമടക്കുകളിലൂടെ അവർ കയറി വന്നു. താഴ്വരകളിലൂടെ കയറി വരുന്നത് കണ്ടപ്പോൾ എന്താണ് പറയേണ്ടത്? ഉച്ചത്തിൽ അംർ ബിൻ ഹിഷാം പറഞ്ഞു, മുഹമ്മദിനെപ്പോലെ സാഹിറായ മറ്റൊരു വ്യക്തിയില്ല. ഏറ്റവും അധികം സിഹർ അറിയുന്ന, സിഹറിൻ്റെ വലിയ പണ്ഡിതനാണ് മുഹമ്മദ് എന്ന് ജനങ്ങളോട് പ്രഖ്യാപിച്ചു. എന്തുമാത്രം അത്ഭുതകരമായ കഴിവാണ് മുഹമ്മദ് സിഹറിലൂടെ നേടിയത് എന്ന് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയുണ്ടായി. നമ്മൾ ആലോചിക്കണം, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം. വിശ്വാസികളായ ആളുകൾ അതിന് സ്വീകരിച്ച സമീപനം, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതിനോട് സ്വീകരിച്ച സമീപനം, അഹന്തയും അഹങ്കാരവും കുഫറും ശിർക്കും നിറഞ്ഞ നേതൃത്വം, ആ അണികൾക്ക് മുമ്പിൽ സ്വീകരിച്ചിട്ടുള്ള പുതിയ പകിട്ടുകളും തന്ത്രങ്ങളും എല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചരിത്രപരമായൊരു സംഭവമാണിത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇതിലുണ്ട്. തൻ്റെ എല്ലാ തണലുകളും നഷ്ടപ്പെട്ട് തീർത്തും ഒറ്റപ്പെട്ട്
മക്കയിലും ത്വായിഫിലും ആർക്കും വേണ്ടാത്തവനെന്ന പോലെ എല്ലാവരാലും വേട്ടയാടപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് പ്രവാചകനുള്ളത്. അള്ളാഹു തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പ്രവാചകന് സാധ്യവുമല്ല. അത്തരം ഒരു പ്രത്യേക പരീക്ഷണത്തിൻ്റെ ദുർഘടമായ ഘട്ടത്തിലെത്തി നിൽക്കുന്ന പ്രവാചകന് ഈ ഒരു യാത്ര ഒരുക്കിക്കൊണ്ട് അള്ളാഹു ലഭിക്കാനിരിക്കുന്ന മഹത്തായ സന്ദേശങ്ങളും ആ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി മനസ്സിന് ശക്തിയും കരുത്തും പകരുന്ന ഒരു യാത്രയാണിതൊരുക്കിയിട്ടുള്ളത്. പ്രവാചകൻ്റെ മനസ്സൊരിക്കലും ചാഞ്ചല്യപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. അങ്ങക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗം ഇതാണ്. അങ്ങയുടെ പൂർവികരായ പ്രവാചകന്മാർ ഇവരൊക്കെയാണ്. ഇതെല്ലാം പ്രവാചകൻ്റെ ആ യാത്രയിൽ അള്ളാഹു കാണിച്ചു കൊടുത്തു. അതിലൂടെ പ്രവാചകൻ്റെ മനസ്സിന് തസ്ബീത്ത് ലഭിക്കുകയാണ്, സ്ഥൈര്യം ലഭിക്കുകയാണ്. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ ഈ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനുള്ള പ്രചോദനമാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നൊരു യാത്രയായി അത് മാറി. മാത്രമല്ല അള്ളാഹു ഇത്തരം ഒരു യാത്ര ഒരുക്കിയതിലൂടെ പ്രവാചകനുള്ള അംഗീകാരവും മഹത്വവും പ്രവാചകൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു കൈവിടുന്നില്ല എന്ന് മാത്രമല്ല, അള്ളാഹു തന്നോട് അടുപ്പിച്ചിരിക്കുന്നു എന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ താൻ ആദരണീയനായി തീരുകയാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യത എനിക്ക് വർദ്ധിച്ചിരിക്കുകയാണ്, ദഅവത്തിനെ ഊർജ്ജസ്വലമായി നിർവഹിക്കേണ്ടതുണ്ട്. അത്തരം ഒരു മാനസികമായ ഉയർന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനെ എത്തിച്ചൊരു യാത്രയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ആ നിമിഷത്തിൽ ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ട് പോലും ധൈര്യസമേതം അത് ചെന്ന് പറഞ്ഞു. പ്രവാചകൻ അറിയാം ഇത് പറഞ്ഞാൽ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിൽ നിന്ന് വഹയി ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ക്ഷണിക്കുന്നത് വിശ്വസിക്കാത്ത ആളുകളാണ്. അവരെ മുമ്പിലാണ് പറയുന്നത്, ഒരു മാസക്കാലം യാത്ര ചെയ്താൽ പോലും എത്താൻ കഴിയാത്ത ആ പള്ളിയും അവിടെ നിന്ന് ആകാശലോകങ്ങളിലേക്കും ഒരു രാത്രിയുടെ കുറച്ച് സമയം കൊണ്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. പക്ഷേ ജനങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ശരി, സത്യം ആളുകളോട് പറയണം. അവർ തിരസ്കരിച്ചാലും പ്രശ്നമല്ല, പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും മുമ്പത്തേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഇത് പറഞ്ഞേ മടങ്ങൂ എന്നുള്ളതാണ് പ്രവാചകൻ അന്ന് പ്രഭാതത്തിൽ തന്നെ അക്കാര്യം മുസ്ലിങ്ങളോട് പറയുന്നതിൻ്റെ മുമ്പ് ശത്രുക്കളോട് പറഞ്ഞിട്ടുള്ളത്. അതാ യാത്ര കൊണ്ട് ലഭിച്ചിട്ടുള്ള വലിയ ഗുണങ്ങളിൽ ഒന്നതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യക്തിപരമായി ലഭിച്ച വലിയൊരു സന്ദേശങ്ങളിൽ ഒന്നതായിരുന്നു. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഫ്ളലുർ റസൂൽ, ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠൻ എന്നുള്ള യാഥാർത്ഥ്യം ആ യാത്രയിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുകയുണ്ടായി. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ശൃംഖലയും സന്ദേശവും ദഅവത്തും ഒന്നാണ്, എല്ലാവരുടെയും ആദർശം ഒന്നാണ്. ആ ആദർശത്തിൽ പ്രവാചകന്മാരെല്ലാം ഒരുമിച്ചിരിക്കുന്നൊരു സന്ദർഭമായിരുന്നു ബൈത്തുൽ മഖ്ദസിലെ മസ്ജിദുൽ അഖ്സയിലെ നമസ്കാരം. ഒരു ആദർശത്തിൻ്റെ കണ്ണികൾ ഒരുമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രമുഖരായ പ്രവാചകന്മാരെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെയെല്ലാം ജീവിതത്തിലെ ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങൾ പ്രവാചകന് കൺകുളിർക്കെ കാണാനുള്ള അവസരം ഒരുക്കുകയും ആ യാത്രയിൽ ചെയ്തിട്ടുണ്ട്. പ്രമുഖമായ 2 പ്രവാചകന്മാരെ ചരിത്ര സ്മരണകൾ ഉൾക്കൊള്ളുന്ന പള്ളികളെ പരസ്പരം ബന്ധിപ്പിച്ചൊരു യാത്രയായിരുന്നു അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും സന്ദേശങ്ങളാണ് മസ്ജിദുൽ ഹറാമിൽ ഉറങ്ങിക്കിടക്കുന്നതെങ്കിൽ ഇസ്രയേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെയും പാരമ്പര്യങ്ങളാണ് മസ്ജിദുൽ അഖ്സയിൽ ഉറങ്ങുന്നത്. ഈ 2 ചരിത്ര സ്മരണകളെയും ഒരുമിപ്പിച്ചൊരു യാത്രയായി മാറിയത്. ആ പ്രവാചകന്മാരെ പരസ്പരം കാണുവാനുള്ള അവസരവും അല്ലാഹു ഒരുക്കുകയുണ്ടായി. ഇങ്ങനെ വിശ്വാസപരമായ ഏകീകരണം, പ്രവാചകന്മാരുമായുള്ള ബന്ധം, മാനസികമായ ശക്തിയും കരുത്തും, അള്ളാഹുവിനോടുള്ള മഅയ്യത്തുള്ള, അള്ളാഹുവിനോടുള്ള ബന്ധം. അള്ളാഹു തന്നോടൊപ്പമുണ്ട്, തനിക്കവൻ പ്രചോദനം നൽകുന്നതാണ്, തനിക്ക് വേണ്ടി അവൻ ആവശ്യമായ ഘട്ടങ്ങളിൽ ഇടപെടുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യും.
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ, ആളുകളെ ക്ഷണിക്കുമ്പോൾ പടച്ചവൻ എന്നെ കൈവിടുകയില്ല. അവൻ്റെ നോട്ടം എന്നോടൊപ്പമുണ്ട്, അവൻ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് കൃത്യമായ ഒരു ബോധം പ്രവാചകൻ്റെ മനസ്സിൽ വീണ്ടും ശക്തിപ്പെടുത്തുകയാണ് ഈ യാത്ര ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ തിരിച്ചെത്തിയ ശേഷം പ്രയാസപ്പെടുന്ന ചോദ്യങ്ങൾ ശത്രുക്കൾ ഉന്നയിച്ചപ്പോൾ പടച്ചവൻ പ്രവാചകനോടൊപ്പമുണ്ടായി. എല്ലാ കാര്യങ്ങളും കൃത്യമായും മറുപടി പറയാൻ മതിയായ രൂപം പ്രവാചകൻ അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം ഈ യാത്രയിലൂടെ ലഭിച്ച പ്രവാചകന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര നൽകുന്നതിൽ ഒന്നാമത്തെ സന്ദേശം നമ്മുടെ മനസ്സിലെ വിശ്വാസത്തെ കുറ്റമറ്റതാക്കുക എന്നതാണ്. അള്ളാഹുവിലും പ്രവാചകനിലും നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനിലൂടെ പ്രവാചകൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് എന്താണോ ബോധ്യപ്പെട്ടത് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. ഒരുപക്ഷേ സാധാരണഗതിയിൽ നാം മനസ്സിലാക്കുന്ന കാര്യകാരണ ബന്ധങ്ങളുണ്ട്, ഭൗതികമായ വ്യവസ്ഥകളുണ്ട്, നമുക്ക് പരിചിതമായ മേഖലകളുണ്ട്. അതിനേക്കാൾ ഉപരിയായി അത്ഭുതകരമായ കാര്യങ്ങളാകാം നമ്മുടെ ബുദ്ധിയുടെയും പരീക്ഷണത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറമുള്ളതാകാം. അക്കാര്യങ്ങളൊക്കെ അള്ളാഹും റസൂലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മൾ സുദ്ദീഖുകളിൽ ഒരംഗമാകാൻ വേണ്ടത്. പ്രവാചകന്മാരെ കഴിഞ്ഞാൽ പിന്നെ ഉന്നത സ്ഥാനം ലഭിക്കുന്നവരാരാണ്? മഅല്ലദീന അന്നംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. നബിമാരോട് ചേർത്ത് പറഞ്ഞ സുദ്ദീഖുകളാണ്. ആ സുദ്ദീഖുകളുടെ ഒരു അംഗമായി നമ്മൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചിട്ടുള്ള, അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെ ഉന്നതി നമുക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ റസൂലാണോ പറഞ്ഞത്? പ്രവാചകനാണോ പറഞ്ഞിട്ടുള്ളത്? വിശുദ്ധ ഖുർആനാണോ പറഞ്ഞത്? അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മുടെ നിരീക്ഷണത്തിൻ്റെ പ്രസക്തിയില്ല, നമ്മുടെ ബുദ്ധിപരമായ വ്യായാമങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരുപക്ഷേ നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയായിരിക്കാം ഈ പരാമർശിച്ചത്. എങ്കിൽ പോലും പ്രവാചകനിലുള്ള വിശ്വാസം ആ കാര്യത്തെ വിശ്വസിക്കുവാൻ നമുക്ക് കരുത്ത് നൽകണം. അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. ആ വിശ്വാസമാണ് അബൂബക്കർ അല്ലാഹുവിനെ പ്രകടിപ്പിച്ചത്. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രവാചകനെക്കാര്യം പ്രവാചകനെ കണ്ട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ആ യാത്രയുടെ കാര്യങ്ങൾ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. ഒരു സന്ദേഹവുമില്ലാതെ അദ്ദേഹം അത് വിശ്വസിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് സുദ്ദീഖ് എന്നുള്ള നാമം റഹ്മാനായ റബ്ബ് നൽകുകയുണ്ടായി. ഇതൊരു മനുഷ്യന് ലഭിക്കുന്ന അംഗീകാരമാണ്, അത്യുന്നതമായ പദവിയാണ്. ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സുകൾക്ക് നേടിയെടുക്കാൻ സാധിക്കണമെന്ന സന്ദേശമാണത് നൽകുന്നത്. ആ യാത്രക്കിടയിൽ അതോടനുബന്ധമായി നടന്നിട്ടുള്ള മീറാജിൻ്റെ സംഭവങ്ങളിൽ, ഒരുപക്ഷെ ഈ സംഭവത്തിലാകാം മറ്റു സന്ദർഭങ്ങളിലാകാം, മീറാജിൻ്റെ യാത്രക്കിടയിൽ ഒട്ടേറെ സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദർശനത്തമായി സാധിച്ചിട്ടുണ്ട്. പലിശ ഭുജിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ, അനാഥകളുടെ ഭക്ഷണം തിന്നുന്നവർക്കുള്ള ശിക്ഷ, നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ ശിക്ഷിക്കപ്പെടുന്ന രംഗം, അങ്ങനെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കുറേ ആളുകളുടെ രംഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശിക്കുകയും നമുക്കത് വിവരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. വ്യഭിചാരികളെ ശിക്ഷിക്കുന്ന രംഗം പ്രവാചകൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കളവ് പറയുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള വിവരണം നൽകിയിട്ടുണ്ട്. വളരെ സുദീർഘമായ ഹദീസ് ആയതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ച് മാത്രം പോകുന്നത്. അങ്ങനെ വിവിധ രീതിയിൽ ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അവരനുഭവിക്കുന്ന വിഷമകരമായ ദുർഘടമായ ആ ശിക്ഷയുടെ രീതികളും അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. യാത്രക്കടിയിൽ ഈ രംഗങ്ങൾ ഓരോന്നും പ്രവാചകൻ കാണുകയും യാത്ര അവസാനിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ ശിക്ഷയും ലഭിക്കുന്ന ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ എന്താണ്, എന്തിൻ്റെ പേരിലാണ് അവരങ്ങനെ ശിക്ഷിക്കപ്പെട്ടത് എന്ന് വിവരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ്റെ മിഅ്റാജിൻ്റെ ഒരു ഘട്ടത്തിൽ ഇത്തരം അനുഭവങ്ങൾ പ്രവാചകൻ ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. മറുഭാഗത്ത് ധാരാളം അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് വിത്തിടുകയും കൊയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, വിളവെടുക്കുന്ന അത്തരത്തിൽ അനുഗ്രഹീതമായ പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരാരാണ്? അൽ മുജാഹിദൂന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളാണ് അവരെന്ന് പറഞ്ഞു. അന്ന് ജിഹാദില്ല. മക്കാഘട്ടത്തിൽ
ആയുധങ്ങൾ കൊണ്ടുള്ള ജിഹാദ് ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. മറിച്ച് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള വലിയ ജിഹാദ് ചെയ്യാനാണ് മക്കാഘട്ടത്തിൽ ഇസ്ലാം സമൂഹത്തോട് പറഞ്ഞത്. ആ സമയത്തുള്ള മീറാജിലെ അനുഭവത്തിൽ കാണുന്നത് ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലങ്ങളുടെ രംഗമാണ്. മറ്റൊരു സംഘത്തെ പ്രവാചകൻ കണ്ടിരുന്നു. ആ സംഘം ഒരു ഭാഗം നല്ല തിളക്കവും ഭംഗിയുമുള്ളവരാണെങ്കിലും മറുഭാഗം അവർ വളരെ വിഷമാവസ്ഥയുള്ളവരായിരുന്നു. പിന്നീട് ആ ആളുകളെ ഒരു പ്രത്യേക നദിയിൽ കൊണ്ടുപോയി ആ നദിയിൽ നിന്ന് അവർ കുളിച്ചു വരുമ്പോൾ അവരുടെ ശരീരം മുഴുവനും സുന്ദരമായി തീരുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തത് ആ ആളുകൾ ആരാണെന്നറിയുമോ? പാപങ്ങൾ ചെയ്ത വ്യക്തികളാണവർ. അവരുടെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുകയും അങ്ങനെ മാഉൽ ഹയാത്ത് എന്ന് പറയുന്ന ആ നദിയിൽ മുങ്ങിക്കുളിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളായി തീർന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. പരദൂഷണവും ഏഷണിയൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രയാസകരമായ ശിക്ഷയുടെ രംഗം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങൾ ആ യാത്രക്കടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശിക്കുകയും അവ സമൂഹത്തിന് വേണ്ടി വിവരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്ര എക്കാലത്തേക്കുമുള്ള മുസ്ലിങ്ങൾക്ക് ഒരുപാട് തിന്മകളിൽ നിന്ന് മോചനത്തിനുള്ള താക്കീതുകൾ നൽകുന്നു. നന്മയിൽ ഉത്സാഹത്തോടുകൂടെ മുന്നേറ്റം നടത്തേണ്ട ആവശ്യകത നമുക്ക് അതിനു വേണ്ടിയുള്ള സന്ദേശങ്ങളും നൽകുന്നു. അത്തരത്തിൽ മഹത്തായ നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു യാത്ര കൂടിയായിരുന്നു എന്നതാണ്. ഈ യാത്ര റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി വന്നതിൻ്റെ ശേഷം സ്വഹാബത്തിൻ്റെ ഇടയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. പ്രവാചകൻ്റെ കാലശേഷമായിരിക്കാം ആ ചർച്ച നടന്നിട്ടുള്ളത്. യാത്രക്കടയിൽ അള്ളാഹുവിനെ പ്രവാചകൻ കണ്ടിരുന്നോ ഇല്ലയോ എന്നൊരു ചർച്ച. ചില ആളുകൾ കണ്ടു എന്ന് അഭിപ്രായപ്പെടുന്നു, ചില ആളുകൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടേ ഉള്ളൂ എന്നും അഭിപ്രായപ്പെടുന്നു. ഈ വിഷയം പ്രവാചകൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രതികരിച്ചത് അള്ളാഹുവിൻ്റെ റസൂല് കണ്ടിട്ടില്ല. ആരെങ്കിലും പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടു എന്ന് പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നുവെങ്കിൽ ആ ആൾ അള്ളാഹു റസൂലിനെ സംബന്ധിച്ച് വ്യാജമാണ് പറയുന്നത്. എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുക എന്ന രീതിയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ അതിന് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വീകാര്യമായ പ്രബലമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നതാണ് തെളിവുകൾ ബോധ്യപ്പെടുത്തുന്ന കാര്യം. ഈ യാത്ര സംഭവിച്ചിട്ടുള്ളത് എന്നായിരുന്നു? സാധാരണഗതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ളത് റജബ് മാസത്തിലാണെന്നാണ്. നമ്മുടെ നാട്ടുകാർക്കിടയിൽ പ്രചരിച്ചത് റജബ് മാസം 27 വേറെ ചില രാജ്യങ്ങളിലുള്ളത് റജബ് ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു എന്നാണ്. പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളുള്ളത് റബീഉൽ ആഖിറിലാണെന്നാണ്, ചില അഭിപ്രായം റമദാനിലാണെന്നാണ്, ചില അഭിപ്രായം റബീഉൽ അവ്വലിലാണെന്നാണ്. ചിലർ പറയുന്നു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു. ഇങ്ങനെയെല്ലാം അഭിപ്രായങ്ങളുണ്ട്. എന്തേ ഇത്ര അധികം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയാൻ കാരണം? ഇതിലെല്ലാം ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവരെല്ലാം പ്രമുഖ പണ്ഡിതന്മാരാണ്. ഇസ് ബിൻ അബ്ദുസ്സലാമിനെ പോലെയുള്ള ആളുകളുണ്ട്, ഇമാം നബവിയെ പോലെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഷാഫി മദ്ഹബിൽ തന്നെ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? മിറാജ് ദിനം ആചരിക്കാത്തതുകൊണ്ട്, ഇസ്രാ ദിനം ആചരിക്കാത്തതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന വർഷങ്ങൾ മുതൽ ഓരോ വർഷവും ഒരു മിറാജ് ദിനം, ഒരു ഇസ്രാ ദിനം ആചരിച്ചിരുന്നുവെങ്കിൽ ഇത്തരം രണ്ടഭിപ്രായം പണ്ഡിത ലോകത്തുണ്ടാവില്ല. ഫതുഹുൽ ബാരി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത്രമാത്രം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരത് ഉദ്ധരിക്കുമായിരുന്നില്ല. ഹാഫിള് ഇബ്നു റജബിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി സമാഹരിക്കുമായിരുന്നില്ല. ഇത്രയും അഭിപ്രായങ്ങൾ വന്നതിൻ്റെ കാരണം അങ്ങനൊരു ദിനാചരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായില്ല, സഹാബികളുടെ കാലത്തുണ്ടായില്ല. 4 ഖലീഫമാരെ ഭരണം നടത്തിയപ്പോൾ അവരുടെ ഭരണത്തിൻ്റെ ഭാഗമായി മുസ്ലിം രാജ്യങ്ങളിൽ അങ്ങനൊരു ദിനാചരണം അവർ നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ മിറാജ് ദിനം ആചരിക്കുക എന്നൊരു സമ്പ്രദായം ഇസ്ലാമിക ലോകത്തിന്
ആദ്യകാലങ്ങളിൽ ഒന്നും പരിചയമില്ല. കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ചിലയിടങ്ങളിൽ തുടങ്ങി. ആ തുടങ്ങിയ ആളുകൾ റജബ് മാസത്തിൻ്റെ മഹത്വം സങ്കല്പിച്ചിട്ടുണ്ട്. റജബ് മാസത്തിൻ്റെ മഹത്വം ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 4 മാസം പവിത്രമാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ്. ഏതൊക്കെയാണ് ഈ പവിത്രതയുള്ള യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങൾ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞു, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം 3 മാസം തുടർച്ചയായി വരുന്ന ഹജ്ജിൻ്റെ മാസങ്ങൾ. വറജബ് മുളറ ബൈന ജുമാദ വ ശഅബാൻ, ഷഅബാൻ്റെയും ജുമാദിൻ്റെയും ഇടക്ക് വരുന്ന മുളർ ഗോത്രക്കാർ റജബ് എന്ന് പറയുന്ന മാസം. ആ മാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ മാസം പവിത്ര മാസമാണ്, യുദ്ധം നിഷിദ്ധമായ മാസമാണ്. എന്നാൽ ഈ മാസത്തിൻ്റെ പവിത്രതയുള്ളതുകൊണ്ട് ഈ മാസത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പുണ്യകർമ്മം നമ്മളോട് നിർദ്ദേശിക്കുന്നില്ല. റജബ് മാസത്തിൽ ഒരു പ്രത്യേകമായ വ്രതം പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടില്ല. റജബ് മാസത്തിൽ ജാഹിലിയ കാലത്ത് അവർ പ്രത്യേകമായൊരു ബലികർമ്മം നിർവഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫറഅ വലാ അതീറ, ഫറഇല്ല അതീറില്ല. ഇത് ജാഹിലിയ കാലത്ത് റജബ് മാസത്തിൽ റജബിയ എന്ന പേരിൽ അവർ നടത്തിയിരുന്ന ഉളഹിയത്താണ്, ബലികർമ്മമാണ്. അത് പ്രവാചകൻ ആ അതീറത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് റജബ് മാസത്തിൽ പ്രത്യേക ബലികർമ്മമില്ല. റജബ് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിനം മറ്റ് ദിനങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതോ പുണ്യദിനമോ ആയിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നില്ല. എന്നാൽ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പുണ്യദിനമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട്. ആ വെള്ളിയാഴ്ചയുടെ തലേദിനം വ്യാഴാഴ്ച രാത്രി പ്രത്യേക നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുണ്ട്. സ്വലാത്തുർ റഗായിബ് എന്ന പേരിലുള്ള നമസ്കാരം, മഗ്രിബിൻ്റെയും ഇശായുടെയും ഇടയിൽ 12 റക്അത്ത് പ്രത്യേക രൂപത്തിൽ നമസ്കരിക്കുന്നു. അതൊരു പ്രത്യേക നമസ്കാരമാണ്. ആ നമസ്കാരം ആരംഭിച്ചിട്ടുള്ളത് പ്രവാചകൻ്റെ കാലത്തല്ല, സ്വഹാബത്തിൻ്റെയും കാലത്തല്ല, താബീങ്ങളുടെയും ഇമാമുകളുടെയും കാലത്തല്ല. അതിൻ്റെയും ശേഷം മസ്ജിദുൽ അഖ്സയിൽ വെച്ചുകൊണ്ട് ഒരാൾ ആ നമസ്കാരം നിർവഹിച്ചു. അദ്ദേഹത്തെ കുറേ ആളുകൾ വന്ന് പിന്തുടർന്നു. അങ്ങനെ ആ നമസ്കാരം അവിടെ നിന്ന് പ്രചരിച്ചു. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം തുടങ്ങിയ ആ നമസ്കാരം ചിലയിടങ്ങളിൽ ഇപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയുള്ള പണ്ഡിതന്മാരെല്ലാം വളരെ ശക്തമായി വിമർശിച്ചിട്ടുള്ള നമസ്കാരമാണത്. ഒരു അടിസ്ഥാനവും മതത്തിലില്ലാത്ത, ഒരു തെളിവിൻ്റെയും പിൻബലമില്ലാത്ത ഒരു നമസ്കാരമാണതെന്നും അത് മുസ്ലിങ്ങൾ വർജിക്കേണ്ടതാണെന്നും ശക്തമായ ഭാഷയിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ശറഹ് മുസ്ലിമിലും അതുപോലുള്ള മറ്റ് ഗ്രന്ഥങ്ങളിലുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഷാമ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ബായിസ് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കാരും വിശദീകരിച്ചിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് ഇന്ന് മുസ്ലിം ലോകത്ത് ഈ മാസത്തിൽ ഇത്തരത്തിലുള്ള പല ആചാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഷിആക്കൾ ഈ മാസത്തെ പുണ്യമാസമായി കാണുകയും അതുകൊണ്ട് ഈ മാസത്തിലെ ചില ദിനങ്ങൾ പുണ്യദിനങ്ങളായി പ്രഖ്യാപിക്കുകയും ചില പ്രത്യേകമായ ആചാരങ്ങളും കർമ്മങ്ങളും നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് നൽകുന്ന സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അത് റജബ് മാസത്തിലാകട്ടെ അല്ലാത്ത മാസത്തിലാകട്ടെ, പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള ആ ചരിത്ര സന്ദേശങ്ങൾ അത് ഉൾക്കൊള്ളാനാണ് മുസ്ലിങ്ങൾ സന്നദ്ധമാകേണ്ടത്. അതിലേറ്റവും വലുത് നമസ്കാരം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരം തന്നെയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, പകൽ കൂടുതലും രാത്രി കുറയുകയും ചെയ്തിട്ടുള്ള സമയമാണിപ്പോൾ. സുബഹി ജമാഅത്തിന് പള്ളിയിലെത്തുന്ന ആളുകളുടെ എണ്ണം എത്ര പേരുണ്ട് എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. സുബഹി ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകൾ, പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ നമ്മളിൽ എത്ര പേരുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് മുസ്ലിം ലോകത്തിന് വേണ്ടി ഏറ്റവും അനുഗ്രഹീത സമ്മാനമായി ആ യാത്രയിൽ നൽകിയിട്ടുള്ളത് ഈ നമസ്കാരമാണ്. അത്യുന്നതമായൊരു ലോകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഇത് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇസ്ലാമിൽ ആദ്യമായി നമുക്ക് നിർബന്ധമായത്
പ്രവാചകൻ ലോകത്തോട് വിട പറയുന്നതിൻ്റെ അവസാന നിമിഷത്തിൽ പറഞ്ഞ വാക്കും അസ്വല അസ്വല, നമസ്കാരം നമസ്കാരം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, വീഴ്ച വരുത്തരുത് എന്നാണ്. പരലോകത്ത് നാം എത്തുമ്പോൾ നമ്മോട് ആദ്യം ചോദിക്കുന്നത് നമസ്കാരം. എന്തുമാത്രമാണ് നമസ്കാരത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യം നമ്മൾ ആലോചിച്ചു നോക്കൂ. അത്ര പ്രാധാന്യമുള്ള നമസ്കാരം, ആ നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സുബഹി നമസ്കാരമാണ്. സുബഹിയുടെ ജമാഅത്ത്. പ്രവാചകൻ്റെ കാലത്ത് മുഅ്മിനുകളും മുനാഫിക്കുകളും ഉണ്ടായിരുന്നു. മുനാഫിക്കുകൾ സുബഹി ജമാഅത്തിന് വരലില്ല. തഖല്ലുഫ് ഉണ്ടായിരുന്ന അവർ മാത്രമാണ്. അങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞിരുന്നത്. ഒരാൾ മുനാഫിക്കാണെന്ന് മനസ്സിലാക്കാനുള്ള അടയാളം സുബഹി ജമാഅത്തിന് വരാത്തവൻ എന്ന നിലക്കാണ്. അങ്ങനെയാണ് തിരിച്ചറിഞ്ഞിരുന്നത്. സുബഹി ജമാഅത്ത് ഇമാമിൻ്റെ കൂടെ ജമാഅത്ത് നമസ്കരിക്കുമ്പോൾ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. റസൂലുള്ളാഹി പറയുന്നു, വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്ബൻ. ഇശാ ജമാഅത്തിൻ്റെയും സുബഹി ജമാഅത്തിൻ്റെയും പ്രാധാന്യം ആളുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇഴഞ്ഞുകൊണ്ട് വടികുത്തിപ്പിടിച്ച് ആളുകളുടെ കൈ ഊന്നിക്കൊണ്ട് ആ രണ്ട് ജമാഅത്തിനും ഈ ആളുകൾ പങ്കെടുക്കുമായിരുന്നു. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ രണ്ട് ജമാഅത്തും ഉപേക്ഷിക്കുന്നതിൽ ഒരു മനസാക്ഷിക്കുത്തുമില്ലാത്ത ആളുകളായി പോകുന്നോ നമ്മൾ? ഇശാ ബാങ്ക് വിളിച്ച് മലയാളികൾ നമുക്ക് കാണാം നേരെ റൂമിലേക്ക് ഒരു റൊട്ടിയും കൊണ്ട്. ആ റൊട്ടി കഴിച്ച് അല്പം ന്യൂസും കേട്ട് ജമാഅത്ത് കഴിഞ്ഞെന്ന് ഉറപ്പ് വന്നാൽ പുറത്തേക്കിറങ്ങും. ഒരു കാര്യവുമില്ലാതെ രാത്രി ഉറക്കൊഴിഞ്ഞ് സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകൾ. രാത്രി ഉറക്കൊഴിയാൻ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. മതപഠനത്തിന് വേണ്ടി ഉറക്കൊഴിയാൻ അനുവദിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി ഉറക്കൊഴിയാൻ അനുവദിച്ചിട്ടുണ്ട്. ഭാര്യമാരുണ്ടാകുന്ന ആളുകൾക്കത് ആവശ്യമാണല്ലോ. അത് നമുക്ക് അനുവദിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഉറക്കൊഴിഞ്ഞിരിക്കുക, എന്നിട്ട് ഉറങ്ങുക. അതും വ്യാഴാഴ്ച രാത്രിയാണെങ്കിൽ അലാരം വെക്കാതെ ഉറങ്ങുകയാണ്. കാരണം രാവിലെ ഡ്യൂട്ടി ഇല്ല, കഫീൽ വിളിക്കൂല. നമ്മളെങ്ങനെ ശുദ്ധിക്കാകും? നമ്മളെങ്ങനെ അവരെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി മാറും? വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അത് സുബഹിക്ക് മുമ്പേ കഫീലിന് വേണ്ടി ഉണരാൻ കഴിയുന്നവരാ നമ്മൾ. അലാരം വെച്ചിട്ടുണ്ടാകും, വിളിച്ചുണർത്താൻ ആളുണ്ടാകും. ഒരാൾ ഉണർന്നിട്ടില്ലെങ്കിൽ അടുത്ത റൂമിലുള്ള ആളെ വിളിച്ചുണർത്തും. ഇതെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ദുനിയാവിന് വേണ്ടി, കഫീലിന് വേണ്ടി, പൈസക്ക് വേണ്ടി സുബഹിക്ക് മുമ്പ് നമ്മൾ ഉണരുന്നർത്ഥം. എന്നാൽ ഇതേ ആൾ ഒരു ദിവസം ഡ്യൂട്ടി ഇല്ലെങ്കിൽ അന്നേ ദിനത്തിൽ എപ്പോഴാണ് ഉണരുന്നത്? സുബഹി നമസ്കരിക്കുന്നത് കാണാം, ജുമാക്ക് വന്നിട്ട് കൈ ഉയർത്തി നിസ്കരിക്കുന്ന മലയാളികളെ കാണാം. കൈ ഉയർത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ മലയാളിയാണെന്ന്. ലോകത്താരും കൈ ഉയർത്തൂലല്ലോ സുബഹി നിസ്കാരത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. അതൊരു അസുഖം വന്നുകൊണ്ട് എഴുന്നേൽക്കാനാകാതായി പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു പോകുന്നതോ അല്ലല്ലോ. അതൊരു പതിവ് സമ്പ്രദായമായി തീർന്ന ആളുകൾ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ ക്ലാസ്സിന് വരുന്ന ആളുകളിൽ ഒരാൾ പോലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സുബഹി ജമാഅത്തിന് ഏതെങ്കിലും പള്ളിയിലെത്തണം. ചില പള്ളികൾ വേഗത്ത് നമസ്കരിക്കുന്ന പള്ളി ഉണ്ടാകും, വേറെ ചില പള്ളികൾ അല്പം കഴിഞ്ഞിട്ടായിരിക്കും നമസ്കരിക്കുക. ഏതാണെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ എത്താൻ ശ്രമിക്കണം. അതിന് അലാരം നമ്മൾ വെക്കണം. അടുത്തുള്ള ആളുണ്ടെങ്കിൽ വിളിച്ചുണർത്താൻ പറയണം. അതൊക്കെ ചെയ്തിട്ട് യാദൃച്ഛികമായി ഒരു ദിനം എല്ലാവരും ഇറങ്ങിപ്പോയി, അത് പടച്ചോൻ പൊറുക്കുമായിരിക്കും. അത് നമുക്ക് അള്ളാഹുവിനോട് എതിർ പറയാം, കാരണം പറയാം. പക്ഷേ അലാരം വെക്കണ്ട എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ, ആ ഒരു നിയ്യത്താണ് നമുക്ക് കിടക്കുമുള്ളതെങ്കിൽ നമ്മൾ അപകടകരമായ മേഖലയിലാണുള്ളത്.
കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത് സുബൈക്ക് ഉണരണം, സുബൈക്ക് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകണം. ആ ഒരു നിയ്യത്തോടെ തന്നെ കിടക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആയത്തുൽ കുർസി ഓതിക്കടന്നുകൊണ്ടോ ആമന റസൂലു എന്ന ആ ഖുർആനിൻ്റെ 2 വചനം, പ്രവാചകൻ്റെ ആ യാത്രയിലൂടെ നമുക്ക് ലഭിച്ച 2 വചനം, അത് പാരായണം ചെയ്ത് കടന്നതുകൊണ്ടോ ഉപകാരമുള്ളൂ. അങ്ങനൊരു സമീപനം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പ്രവാചകൻ്റെ ഈ യാത്രയുകൊണ്ട് നമുക്കൊരു നേട്ടവുമില്ല. പ്രവാചകൻ്റെ അടുക്കൽ നമുക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ, പടച്ചവൻ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായും ജമാഅത്തായി നമസ്കരിക്കണമെന്ന വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ആ ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ടാകണം. അതാണ് ഇത് നൽകുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ, സാമൂഹികപരമായ എല്ലാ തിന്മകളിൽ നിന്നും മിറാജിൻ്റെ ദിനത്തിൽ പ്രവാചകൻ കണ്ട ശിക്ഷിക്കപ്പെട്ട ആ രംഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. മൂന്നാമത്തത്, പരീക്ഷണം മതവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പരീക്ഷണങ്ങൾ തരണം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പരീക്ഷണം വരാം. ആ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്ന് പടച്ചവൻ്റെ സഹായം കിട്ടുന്നൊരു ഘട്ടം വരും. അപ്പോൾ വിജയമുണ്ടാകും. അതാണ് പ്രവാചകൻ്റെ ആ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെയുള്ള ജിഹാദ്, ആ ജിഹാദിൻ്റെ പ്രാധാന്യം നമ്മൾ വിസ്മരിക്കരുത്. അത് നമ്മുടെ ബാധ്യതയാണെന്ന് ഓർക്കണം. ഇത്തരമൊരു മഹത്തായ യാത്രയിലൂടെ പ്രവാചകൻ ഒരുക്കിയത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്, നേരെ ആകാശത്തിലേക്കല്ല. ഇത് മസ്ജിദുൽ അഖ്സയോട് നമുക്കുണ്ടാകേണ്ട ഹൃദയ ബന്ധത്തെ വരച്ച് കാണിക്കുകയാണ്. ആ സന്ദേശം സഹാബത്ത് ഉൾക്കൊണ്ടു. അതുകൊണ്ട് ഉമർ അള്ളാഹുവിൻ്റെ കാലം വന്നപ്പോൾ മസ്ജിദുൽ അഖ്സ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ചു. വീണ്ടും കുരിശസേന മസ്ജിദുൽ അഖ്സ തിരിച്ചു പിടിച്ചു. സലാഹുദ്ദീൻ അയ്യൂബിയുടെയും ജംഗിയുടെയും നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ അത് വീണ്ടും തിരിച്ചു പിടിച്ചു, ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്ന് ശത്രുവിൻ്റെ കയ്യിലാണ് മസ്ജിദുൽ അഖ്സയുടെ നിയന്ത്രണമുള്ളത്. മസ്ജിദുൽ അഖ്സയുടെ നിയന്ത്രണം അവരെ കയ്യിൽ വന്നപ്പോൾ അന്നത്തെ യഹൂദ നേതാക്കന്മാർ പ്രഖ്യാപിച്ചൊരു വചനമുണ്ട്, നമ്മൾ ഓർത്തിരിക്കണമത്. അവരൊരു പ്ലാൻ വരച്ചിട്ടുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജ്യത്തിൻ്റെ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ ഹിജാസ് ഉൾക്കൊള്ളുന്നുണ്ട്, ഇറാഖുണ്ട്, സിറിയയുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിശാല രാജ്യമാണ് അവരുടെ സ്വപ്ന രാജ്യം. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സയുടെ ആധിപത്യം അവരെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ പ്രഖ്യാപിച്ചത്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു, അടുത്ത ലക്ഷ്യം യസ്രിബാണ്. യസ്രിബ് എന്ന് പറയുന്നത് മദീനയുടെ പഴയ പേര്. നമ്മുടെ പിതാക്കന്മാരുടെ ഗന്ധം അവിടെ നിൽക്കുന്നു, അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു അന്നത്തെ യഹൂദ നേതാക്കന്മാർ, അർണാത്ത് പോലെയുള്ള പ്രമുഖരായ യഹൂദ ലോകത്തിൻ്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചതും പത്രങ്ങളിൽ എഴുതിയതും. അപ്പോൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അവർ യാത്ര തിരിക്കുന്ന മദീനയിലേക്കാണ്. മുസ്ലിങ്ങളായ നമ്മൾ മദീനയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കാണ് യാത്ര തിരിക്കേണ്ടത്. അവിടേക്കാണ് നമ്മുടെ മുന്നേറ്റം എന്നാണ് പ്രവാചകൻ്റെ ഈ ചരിത്രം, സ്വഹാബത്തിൻ്റെ മാതൃക, പൂർവ്വകാല മുസ്ലിങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ നൽകുന്ന സന്ദേശം. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് കൂടി ഈ സന്ദർഭം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ യാത്രയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ചവൻ്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും അതിൻ്റെ പ്രചരണത്തിൽ ത്യാഗത്തോടുകൂടെ തന്നെ നല്ല നീയത്തോടുകൂടെ മുന്നേറുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. നാം ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും സ്വാലിഹായ അമലായി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നാം ചെയ്തു പോയിട്ടുള്ള സർവത്ര പാപങ്ങളും പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ടും ബാധ്യതകൾ കൊണ്ടും പരീക്ഷിക്കപ്പെടുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അവൻ്റെ സ്വർഗാവകാശികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദിൻ
വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.